ഇന്നത്തെ പ്രഭാതം നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ സർവേശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് സുബൈർ. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് താമസിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗിൽ MC ആകാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇനി പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ എത്തുന്നത് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി സ്വദേശിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലീഡർ അഭിലാഷ് സാറാണ്. നമ്മുടെ എല്ലാവരെയും ആവേശവും എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുകയും ഓരോരുത്തരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ദീർഘവീക്ഷണമുള്ള ലീഡർ. നെറ്റ്വർക്ക് മേഖലയിൽ 35 ലക്ഷത്തോളം രൂപയുടെ വരുമാനം നേടിയ ശ്രീ അഭിലാഷ് സാറിനെ ലീഡർഷിപ്പിന്റെ വിജയരഹസ്യങ്ങൾ പങ്കുവെക്കുന്നതിനായി ക്ഷണിക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കെല്ലാവർക്കും വളരെ പ്രചോദനം ആകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കാതോർക്കാൻ നമുക്കെല്ലാവർക്കും ആകാംക്ഷയുണ്ട്. സാറിനെ ലീഡർഷിപ്പിന്റെ വിജയരഹസ്യങ്ങൾ പങ്കുവെക്കുന്നതിനായി വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അഭിലാഷ് സാർ. താങ്ക് യു സുബൈർ ഭായ്. വളരെ വളരെ വളരെയധികം സന്തോഷം. ഇന്നത്തെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം ജഗദീശ്വരൻ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരാണ് ഈ ഒരു സൂമിന്റെ ഭാഗമായിട്ട് കയറിയിട്ടുള്ളത്. നമ്മളെല്ലാവരും തന്നെ വലിയ ഒരു കുടുംബ ബന്ധത്തെക്കാൾ വലിയ ഒരു 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 എന്താണ് അതിനെ കൂട്ടിച്ചേർക്കുക എന്ന് അറിയില്ല. ആ ഒരു രീതിയിലുള്ള ബന്ധങ്ങളാണ് നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ളത്. എനിവേ അത്തരം പ്രിയപ്പെട്ട എല്ലാ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും എൻ്റെ ജ്യേഷ്ഠന്മാരെയും സഹോദരിമാരെയും അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ വളരെയധികം ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ബൈറ്റോറിയം ഈ ഒരു ഫാമിലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിരുന്നത് സുബൈർ ഭായ് വളരെ വളരെ രസകരമായി തന്നെ നമ്മൾ ഈ ഒരു MC കൈകാര്യം ചെയ്തു. ഒരു MC എങ്ങനെയായിരിക്കണമെന്നൊക്കെ നമുക്കൊരു പാഠം കൂടിയാണ്. വളരെ ലിമിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തെ ജസ്റ്റ് പരിചയപ്പെടുത്തി നമുക്ക് നമ്മുടെ സെഷന് വേണ്ടിയിട്ട് നമ്മളെ സ്വാഗതം ചെയ്തു. വളരെ എഫക്റ്റീവ് എന്ന് വേണം പറയാനായിട്ട്. സുബൈർ ഭായൊക്കെ ഒരു ലീഡർഷിപ്പിന്റെ ഏറ്റവും ഒരു 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 ഉദാഹരണ സഹിതം പറയാൻ കഴിയാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. സല്യൂട്ട് നമ്മുടെ സുബൈർ ഭായ്, കൺഗ്രാജുലേഷൻസ്. എനിവേ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെ ഒരു ഫാമിലി ബോണസ് ഒക്കെ അച്ചീവ് ചെയ്തുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് ഈ ബിസിനസ്സിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക. കൺഗ്രാജുലേഷൻസ്. എനിവേ സൂപ്പർ ഫാമിലി ബോണസ് അച്ചീവർ കൂടിയാണ് ഇന്നലത്തെ ഒരു ദിവസം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ അങ്ങനെ കൊച്ചു കൊച്ചു നേട്ടങ്ങളിലൂടെ നമ്മൾ എല്ലാവരും വരുമ്പോഴാണ് വലിയ വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. അത്തരം കൊച്ചു കൊച്ചു വിജയങ്ങൾ ആഘോഷിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് വലിയ വലിയ ആ ഒരു ഇതെല്ലാം അത് എൻജോയ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ചെറിയ ചെറിയ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അതിനെ ഒരു ആസ്വാദനം കണ്ടെത്തുകയും അതിൽ നമ്മൾ ആനന്ദിക്കുകയും അങ്ങനെ അച്ചീവ്മെന്റ് എടുക്കാവുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അതൊരു വേറെ ലെവലാണ്. എനിവേ എന്തായാലും അദ്ദേഹം എന്നെ വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. പേര് അഭിലാഷ് എന്നാണ്. പരിചയമില്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട്, കൂടുതലും പരിചയമുള്ള ആളുകളാണ്. എങ്കിൽ പോലും ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്തുന്നു. പേര് അഭിലാഷ്. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ബൈറ്റോറിയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 2.5 വർഷക്കാലമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇത്രയും മനോഹരമായ ഒരു കമ്പനി, ഇത്രയും മനോഹരമായ ഒരു പ്രൊഡക്റ്റും അതോടൊപ്പം തന്നെ ഒരു പ്രൊജക്റ്റുമുള്ള ഒരു കമ്പനിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പനിയിൽ നമ്മുടെ കൂടെ വന്ന ഒരുപാട് വ്യക്തികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ വരുമാനം ഉയർത്താനും ഒക്കെ കഴിഞ്ഞ സമയത്ത്, അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞ സമയത്ത് ഞാനും നമ്മുടെ പ്രിയപ്പെട്ട സുധി നെട്ടൂർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, ഒരു പാട്ടുകാരനാണ്. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ സഹോദരൻ കൂടിയായിട്ടുള്ള നമ്മുടെ സുധി നെട്ടൂര്, ഞങ്ങൾ ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 35 ലക്ഷം രൂപയുടെ അടുക്കെ വരുമാനം ഈ ഒരു കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ കൂടെ വന്ന യുനസ് ഭായിയെ പോലെയൊക്കെ നിരവധി വ്യക്തികൾ 10 ലക്ഷവും അതുപോലെ ജയ്മോൻ ചേട്ടനെയൊക്കെ പോലെയുള്ള വ്യക്തികൾ, ഒരുപാട് വ്യക്തികൾ ആ ഒരു ലെവലിലേക്ക് വരുമാനം മേടിച്ച സമയത്താണ്
നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. കാരണം വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് വരുമാനം മേടിച്ചു കൊടുക്കുകയും അവരുടെ സക്സസിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു സക്സസ് ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ എന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്നുള്ളത്. അപ്പോ പല സമയത്തും ഇന്നത്തെ ഒരു നമ്മുടെ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എനിവേ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്റെ അല്ലെങ്കിൽ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഇതിലൂടെ ഓരോ പ്രോഗ്രാമുകളിലും ഓരോ വ്യക്തികളുമായിട്ടൊക്കെ എല്ലാം ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. ലീഡർഷിപ്പ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സബ്ജക്ട്. ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് കൂടിയാണ്. ഇതൊരു ദിവസം പറഞ്ഞാൽ തീരുന്ന ഒരു സംഗതിയല്ല. ലീഡർഷിപ്പ് എന്നുള്ളത് ഒരു വലിയൊരു സബ്ജക്ട് തന്നെയാണ്. അപ്പോ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടാവും. ഇന്നിപ്പോ ഏകദേശം 121 വ്യക്തികൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു സൂമിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. എനിവേ, നമുക്ക് കുറെ ആളുകൾ കൂടി വരാനുണ്ട്. എനിവേ, ഈ ലീഡർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ മുഖം ചൊടിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ച് കേൾക്കേണ്ടത് എന്നുള്ള ആ ഒരു സംശയം തുടക്ക സമയത്തൊക്കെ ഈ ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്ന സമയത്തും എന്റെ ഉള്ളിലും ഉണ്ടായതാണ്, എന്തിനാണ് നമ്മളൊരു അങ്ങനെ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർ ആവേണ്ടത് എന്തിനാണ് എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിലും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ചില സമയത്ത് നമ്മൾ ലീഡർഷിപ്പ് ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ എല്ലാ മനുഷ്യരുടെയും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലീഡറാണ് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജനനത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ജനനം തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലാണ്. നമ്മുടെ പിതാവും അല്ലെങ്കിൽ നമ്മുടെ മാതാവും ആ ഒരു അനുഗ്രഹിച്ചു തന്ന നമ്മുടെ ജീവിതം എന്നുള്ളത്, അത് ഒരു മത്സരത്തിന്റെ ഒടുവിൽ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് രൂപാന്തരപ്പെട്ടതാണ്. അത് ബീജമണ്ഡലത്തിൽ ചേരുന്ന ആ ഒരു ഘട്ടം മുതൽ ഒരുപാട് ലക്ഷക്കണക്കിന് ബീജത്തിൽ നിന്ന് ഒരു ഏറ്റവും ആക്റ്റീവായിട്ടുള്ള നമ്മളെ അവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നത് പോലെ നമ്മൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള, അതായത് എല്ലാവരും ലീഡർ ആണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോ എനിവേ, ഈ ലീഡർഷിപ്പിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം, ഇത് എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഫോളോ ചെയ്യേണ്ടതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മാത്രമല്ല, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു നല്ല ഒരു ഭർത്താവായിരിക്കാൻ ഒരു നല്ല ഒരു ലീഡറായിട്ട് മാറണം. നല്ല ഒരു ഭാര്യയായിരിക്കാൻ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം. നല്ലൊരു പിതാവായിരിക്കാനായിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുടനീളം ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സക്സസ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുള്ളൂ. എനിവേ, നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ചില സാഹചര്യത്തിൽ നമുക്ക് ലീഡറായി മാറേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ലീഡർ എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചാൽ, എന്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ എറണാകുളം പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിൽ അവിടെ ആണ് എന്റെ ഡിഗ്രിയും PG വിദ്യാഭ്യാസവും ഒക്കെ പൂർത്തിയാക്കിയത്. അപ്പോ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഇലക്ഷന്റെ ഒരു സമയത്ത് അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞതിന്റെ ഫലമായിട്ട് എന്നെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു 12,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് മത്സരിപ്പിക്കാൻ എന്റെ പ്രസ്ഥാനം, എന്റെ സംഘടന തീരുമാനിച്ച സമയത്ത് അത് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം. ഞാൻ ഒരിക്കൽ പോലും ഒരു പാർലമെന്റ് അങ്ങനെ ഒരു ഇലക്ഷന് മത്സരിക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഒന്നും വെച്ചു പുലർത്തിയിരുന്ന ആളല്ല. അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ടിരിക്കണം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രവർത്തനത്തിലൊക്കെ ആക്റ്റീവായിട്ടിരിക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ. പക്ഷെ എന്റെ സംഘടന എന്നെ തീരുമാനിച്ചു. കാരണം എനിക്ക് അതിന് ഉള്ള കഴിവുണ്ട് എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ അവരുടെ വിലയിരുത്തലിന്റെ ഫലമായിട്ട് ഞാൻ അങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് വന്നു. അവിടെ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ വിജയിച്ചു വന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ ഒരു 5 പ്രഗത്ഭമായ ക്യാമ്പസുകളെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, അതുപോലെ തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, അതുപോലെ തന്നെ പാലക്കാട് വിക്ടോറിയ കോളേജ് പോലെയുള്ള
ഒരു 5 ക്യാമ്പസുകൾ എടുത്തു നോക്കിയാൽ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ് ആണ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നുള്ളത്. അപ്പൊ അവിടെ ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിഞ്ഞതൊക്കെ എന്റെ ഒരു ഭാഗ്യമായിട്ടൊക്കെ ഞാൻ കണക്കാക്കുന്നു. ഒരുപാട് മനുഷ്യരെ നമുക്ക് പല കേരളത്തിന്റെ പല ജില്ലകളിലുമുള്ള ഒരുപാട് സൗഹൃദങ്ങളൊക്കെ എല്ലാം സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ആ സാഹചര്യത്തിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മുതലാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. മേളിലുള്ള അപ്ലൈ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ അത് ജസ്റ്റ് ഒരു ബോണസ് ആയിട്ട് മാത്രം കണക്കാക്കുക. മറിച്ച് നമ്മൾ തുടങ്ങി നമ്മുടെ താഴേക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്ന, താഴേക്ക് എന്നുള്ള വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ ചങ്കുകളായിട്ട് നിൽക്കുന്ന, നമ്മുടെ കൂടെയുള്ള ആളുകൾ ആണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ലീഡർമാർക്ക് മാത്രമേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുമാനം കിട്ടുള്ളൂ എന്ന് ആളുകൾ പറയാറുണ്ട്. ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചില ആളുകൾ പറയാറുണ്ട് ലീഡറിന് മാത്രമേ വരുമാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കൊന്നും വരുമാനം കിട്ടില്ല എന്ന് പറയാറുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. നിങ്ങളുടെ കമന്റ് ബോക്സ്, ചാറ്റ് ബോക്സ് ഒക്കെ ഓൺ ആണ്. അങ്ങനെ ഒരു അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ്, രാധികാദേവി നോ എന്ന് പറഞ്ഞിട്ടുണ്ട്, യെസ് പറഞ്ഞിട്ടുണ്ട്, സുനിൽ സാറ് നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അവിടെ കമന്റ് ബോക്സ്, ചാറ്റ് ബോക്സ് എന്ന് പറയുന്ന സാധനം നോ നോ, യെസ് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ എസ് പറഞ്ഞിട്ടുണ്ട്, നോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലൈവ് ആയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുമല്ലോ. അപ്പൊ അവിടെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ നോ, യെസ്, നോ, യെസ്, നോ, നോയാണ് കൂടുതൽ വരുന്നുണ്ട്. നോ 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 നോ. ചില റീൽസുകൾ കാണുമ്പോ നോ 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 എന്ന് ആ ചെറിയ ഇത് പറഞ്ഞിട്ട് കുറച്ച് ചിരിയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത്തരം നോകളാണ് കൂടുതലും കേൾക്കുന്നത്. എനിവേ, താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാവരും ആക്റ്റീവായിട്ടുണ്ട് അല്ലെ? ലൈവാണ്. യെസ്, നോയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പൊ ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം ലീഡേഴ്സിന് മാത്രമല്ല വരുമാനം കിട്ടുന്നത് എന്നുള്ള അഭിപ്രായമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഇതിനോട് നോയിനോട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഇതിന് ലീഡറിന് മാത്രമേ വരുമാനം കിട്ടുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. യെസ്, സുധിച്ചേട്ടൻ വന്നിട്ടുണ്ട്. യെസ് യെസ്, താങ്ക് യു. അപ്പോ ലീഡേഴ്സിന് മാത്രമേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുമാനം കിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു 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 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. എന്തിനാണ് ലീഡർ എന്ന് പറയുന്ന ഒരു പദം നമ്മുടെ കൂടെ 2 വ്യക്തികൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മൾ ലീഡറാണ്. ആ ലീഡർ ആകുന്ന സമയത്താണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അതല്ലാതെ ഈ ബിസിനസ്സിൽ ഞാൻ എൻറോൾ ചെയ്തു, ഈ ബിസിനസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഈ കമ്പനി 1 രൂപ പോലും വരുമാനം തരില്ല എന്നുള്ളതാണ്. അല്ലെ? ശരിയല്ലേ ചാക്കോ സാറേ? ശരിയല്ലേ? നമ്മൾ ഈ കമ്പനിയിൽ ഒരു ID പർച്ചേസ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് 1 രൂപ ഈ കമ്പനി വരുമാനം തരില്ല എന്നുള്ളതാണ്. മറിച്ച് നമ്മൾ ഈ കമ്പനിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, ഈ കമ്പനിയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ, ഇതിന്റെ സെയിൽസുകൾ നടത്തുന്ന സമയത്താണ് കമ്പനി നമുക്ക് വരുമാനം വെച്ച് തരുന്നത്. ആം ഐ റൈറ്റ്? ഇപ്പൊ പറഞ്ഞ കമന്റ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും ഓൾമോസ്റ്റ് അത് എക്സാക്ട്ലി ശരി. ഓക്കെ. എനിവേ, ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും കാണുക, ആരാണ് നമ്മുടെ ലീഡർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ പേര് പറയാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആണ് ലീഡർ എന്ന് പറയാനായിട്ട് പല ആളുകളും പറയും എന്റെ ലീഡർ മനോജ് സാറാണ്, എന്റെ ലീഡർ ഡാനി സാറാണ്, എന്റെ ലീഡർ ഷാജിദ് സാറാണ്, അങ്ങനെ എന്റെ ലീഡർ യൂനസ് സാറാണ് എന്ന് പറയുന്നത് അതെല്ലാം നമ്മുടെ പൊസിഷൻ ബേസ്ഡ് ലീഡർമാരാണ്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. മറിച്ച് നമ്മൾ തുടങ്ങിയാണ് നമ്മുടെ ബിസിനസ് ആരംഭിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ളതാണ്. ഇനി മുതൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ മാറ്റണം. അല്ലെ? അങ്ങനെ മാറ്റുന്നത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സക്സസ് എന്നുള്ള ഒരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലേക്ക്
നമ്മൾ ഓരോരുത്തരും മാറുന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായ രീതിയിലേക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സെക്കൻഡ്. ഈ ലീഡർഷിപ്പിന് ഓരോ ഘട്ടങ്ങളിലും അതിന്റെ ഒരു ഡെഫിനിഷനും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം മാറി മാറി വരുന്നുണ്ട്. ലീഡർഷിപ്പ് ഡെഫിനിഷനെ കുറിച്ചൊക്കെ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും, ലീഡർഷിപ്പ് നോട്ട് എ പൊസിഷൻ, ഇറ്റ്സ് ആൻ ആക്ഷൻ എന്ന് പറയും. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ അല്ല, അത് ഒരു ആക്ഷൻ ആണെന്ന് പറയുന്നു. ലീഡർഷിപ്പിനെ കുറിച്ച് മറ്റ് ഒരുപാട് ഡെഫിനേഷനുകളൊക്കെ എല്ലാം നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു ലീഡർഷിപ്പ് മാറുന്നത് എന്നുള്ളതാണ്. ഒരു ലീഡർഷിപ്പ് ചില ഘട്ടങ്ങളിൽ മൈക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് ഓണാണോ ഓഫാണോ എന്ന് കണ്ടുപിടിക്കുക അത് സാധാരണ മനുഷ്യരാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്നു എന്നുള്ള ഒരു പാപം മാത്രമേ ആ മനുഷ്യർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മളെ പോലെ ഉള്ള ലീഡേഴ്സ് ആണ്. അതിന്റെ വീഡിയോ ഓഫ് ചെയ്തിരിക്കണമെന്നുള്ളത് ഇത് ഞാൻ പ്രത്യേകം പറയാം. പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ ആ വീഡിയോ കാണുന്ന സമയത്ത് ഷർട്ടില്ലാതെ വന്ന് നമ്മുടെ അത് അവരെ സംബന്ധിച്ച് അത് അവര് വീട്ടിലിരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ ഞാൻ ഷർട്ട് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. പക്ഷെ വീഡിയോയിൽ വരുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അത് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെ ആ ഒരു കാര്യം കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ അടുക്കളയിലൊക്കെ ആയിരിക്കുന്ന സമയത്തും മറ്റു കാര്യങ്ങളൊക്കെ പ്രവൃത്തികളൊക്കെ ഇവിടുത്തെ പല ആളുകളുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മണിക്കൂർ സമയമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും ഒരു നിർബന്ധമില്ല ഇവിടെ വീഡിയോ ഓൺ ചെയ്ത് തന്നെ വെക്കണം എന്നുള്ളത്. ആ വീഡിയോ ഓഫ് ചെയ്യാനായിട്ടുള്ളത് അവിടെ നമ്മുടെ ഈ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോപ്പ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ട് താഴത്ത് രണ്ടാമത്തെ ബട്ടണാണത്. അത് ആ രണ്ടാമത്തെ ഒരു ഇതില് നമ്മുടെ ഫോണിൽ ഓഫ് ആക്കാവുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ലീഡർഷിപ്പിലുള്ള ആളുകൾ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. പല ആളുകൾക്കും അറിയില്ലാത്തത് കൊണ്ടാണ് മൈക്ക് ഓൺ ആയി പോകുന്നതും. അതുപോലെ തന്നെ അതൊന്നും ഒരു തെറ്റല്ല കേട്ടോ. നമ്മൾ ചെയ്തേ പഠിക്കുള്ളൂ എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ആദ്യമായി സൂമിൽ കയറിയ സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പുതുമയായിരുന്നു. ഈ കൊറോണ സമയത്തൊക്കെയാണ് സൂം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ആളുകളിലേക്ക് എത്തിയത്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇപ്പോ കണ്ണൂരുള്ള ചാക്കോ സാറും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള വ്യക്തികളും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ബിനു ബായി ഒക്കെ ഹായ് ബ്രോ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ പല ജില്ലകളിലുള്ള ആളുകളുമായിട്ട് ഇരുന്ന് ഇങ്ങനെ കുമ്പളങ്ങിയിൽ എറണാകുളം ജില്ലയുടെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുമായിട്ട് ഇങ്ങനെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഒരു ടെക്നോളജിയുടെ ഒരു മാറ്റമാണ്. ഇതൊരു പുതുമയായിരുന്നു ആ സമയത്ത്. ഇന്നിപ്പോ എല്ലാവരും അത് ഉപയോഗിക്കാൻ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നു, മറ്റു കാര്യങ്ങളെല്ലാം മാറുന്നു. അതിനെ പഠിക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പുതുമയെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം സാഹചര്യങ്ങളാണ് ഇതെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മുടെ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അവരറിയാതെ പറഞ്ഞു പോകുന്നു, ഇതെനിക്കൊന്നും അറിയില്ലല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ലീഡറിനെ എങ്ങനെയായിരിക്കും മറ്റുള്ളവർ വാച്ച് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ചിന്ത നമ്മുടെ എളിമ കൊണ്ട് ചില ആളുകൾ പറയുന്ന ആളുകളുണ്ട് അല്ലെ. എളിമയുള്ള ആളുകൾ ചിലപ്പോൾ പറയും എനിക്കിതൊന്നും അറിയില്ല. നമ്മുടെ എളിമയാകാം. ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം മമ്മൂട്ടി പറഞ്ഞ ഒരു വാക്യമാണ്, നമുക്ക് അഹങ്കാരമാവാം, തലക്കനമില്ലാത്ത അഹങ്കാരമാവാം എന്നുള്ളതാണ്. അതായത് തലക്കനം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് അടിവരയിട്ട് പറഞ്ഞ അഹങ്കാരമാവാം, എന്നാൽ തലക്കനമില്ലാത്ത അഹങ്കാരം ആവാം എന്നുള്ളതാണ്. അപ്പോ എന്നാൽ ഏത് രീതിയിലുള്ള അഹങ്കാരമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതെന്നുള്ള നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. അപ്പൊ നമുക്ക് അറിയില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലെ. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ടീം ഓർഗനൈസ് ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകളെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ
6 AM ക്ലബ് എന്നുള്ളത് ഇവിടെ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള ഒരു സമയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുമയിലേക്ക് അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ പഠിക്കാനായിട്ടും സെയിൽസുമായി ബന്ധപ്പെട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബിനീഷ് സാർ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു അറിവുകളൊക്കെ പകർന്നു തരാനായിട്ട് എത്ര ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷമായിരിക്കും അദ്ദേഹം നമ്മളോട് ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെ ലാഘവത്തോടു കൂടി ഇരുന്നാൽ പല കാര്യങ്ങളും നമുക്ക് മിസ്സാവും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യപ്പെട്ടത് തന്നെ വേണം. അങ്ങനെ നോട്ട് ചെയ്ത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ അറിയില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആരും മാറില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവരും കഴിവുള്ള ആളുകളാണ്. ആ ലെവലിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണം. ഇത് തന്നെയാണ് ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നുള്ളത്. ഒരു ലീഡറിന്റെ ഒരു LEADER എന്ന് പറയുന്ന ആ ഒരു അക്ഷരങ്ങളെ നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ലിസണർ ആവുക എന്നുള്ളതാണ്. നല്ല ശ്രദ്ധ ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് പലപ്പോഴും പല ആളുകളും ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകള് ഒരാളെ കേൾക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. ഒരാളൊരു കാര്യം പറഞ്ഞു വരുമ്പോ തന്നെ അയാളോട് പറയും, അയ്യോ എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡറിന്റെ അടുത്തേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യുവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനായിട്ട് താല്പര്യം കാണിക്കുമോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പല പല പ്രശ്നങ്ങൾ നമ്മുടെ ടീമിൽ ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ പുതിയ ഈ സ്ക്രീനിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഷാജിക്ക നമ്മള് വളരെ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് ഒരു കാര്യം പറയാണ്. അപ്പൊ അദ്ദേഹം എന്നിലുള്ള ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം എന്നോട് ഒരു കാര്യം ഷെയർ ചെയ്തത്. അപ്പൊ ഞാൻ പറയാണ്, അയ്യോ എനിക്ക് കേൾക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ കാണുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ ഞാനും അദ്ദേഹവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വരും. പിന്നീട് അതൊരു വലിയ ഗ്യാപ്പിലേക്ക് മാറും. ഒടുക്കം നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ലീഡർഷിപ്പ് പൊസിഷൻ മാത്രം ഉണ്ടാവുള്ളൂ. മറിച്ച് നമ്മൾ അദ്ദേഹം ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പലപ്പോഴും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പല ആളുകളുടെയും ഒരു കേൾവിക്കാരനാകുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ദീർഘമായി അദ്ദേഹം സംസാരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില കുഞ്ഞു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഷാജി സാർ ആ കാര്യം എന്നോട് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കും. ഒരു ലിസണർ ആയാൽ മാത്രമേ ഒരു ലീഡറിനെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. ആ ഒരു രീതിയിലേക്ക് നല്ല രീതിയിൽ ഒരു ലിസണറായി മാറുക എന്നുള്ളതാണ്. ഒരു എമ്പതി ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. LE എന്ന് പറഞ്ഞാൽ ഒരു എമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ് എമ്പതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരെ നമ്മുടെ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ ഷായി സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഷായി സാറിനെ ഇപ്പൊ സ്ക്രീനിൽ കണ്ടോണ്ട് പറഞ്ഞണ്ട. ഷായി സാർ എന്നോട് കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഒരാളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ ഒരു സെയിൽസ് കിട്ടുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമാണ്. ഷായി സാറൊക്കെ സെയിൽസ് ഒക്കെ എടുക്കുന്ന എക്സ്പെർട്ടുകളാണ്. ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണിത്. ഇത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്നൊക്കെ എഴുതി കാണിക്കുന്നത് പോലെ ഇത് ഒരു സെയിൽസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, അല്ലെ, ഒരു സെയിൽസ് കിട്ടാതെ വരികയും നമുക്ക് വരുമാനമില്ലാത്ത സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം പ്രയാസപ്പെടും. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിന്റെ അത്താണികളാണ് എന്നുള്ളത് തന്നെയാണ്. എല്ലാ മനുഷ്യരും അവരവരുടെ കുടുംബത്തിന്റെ അത്താണിയായിട്ട് മാറുന്നവരാണ് അല്ലെങ്കിൽ മാറിയിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ച് ആ വരുമാനം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വെക്കുകയും ഞാൻ തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആ ഒരു എമ്പതി ഉള്ള ഒരാളായി മാറിയാൽ നമുക്കതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി കഴിയും. കാരണം ഞാൻ നടന്നു വന്ന വഴിയിലെല്ലാം ഇത്തരം അല്ലെങ്കിൽ ആ ഒരു എമ്പതിയുള്ള ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എന്നെ ചേർത്ത് നിർത്തിയ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മളെ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് LEAയുടെ സ്ഥാനത്ത് അക്കംപ്ലിഷ് എന്ന് പറയുന്ന ഒരു വാക്യമാണ്. ഇത് കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കാര്യപ്രാപ്തി ഉള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മുടെ ബിസിനസിന്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത്
ആ ഒരു കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ക്വാളിറ്റികൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ലീഡർഷിപ്പ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു 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 കാര്യനിർവഹണ ശക്തി അല്ലെങ്കിൽ ഒരു പവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കാര്യമല്ല. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത ടി എന്ന് പറയുന്നതാണ് ഡ്രൈവ് എന്നുള്ളതാണ്. ആ വാക്കിന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതും കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ, നമ്മൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം നമ്മുടെ മുന്നിൽ വഴിമാറുക തന്നെ ചെയ്യും. നമ്മൾ കൃത്യമായ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയും. ഈ എന്ന് പറഞ്ഞാൽ എൻകറേജ് എന്നുള്ളതാണ്. എൻകറേജ് എന്ന് പറഞ്ഞാൽ ഉത്സാഹം അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സുബൈർ സാർ ഇന്നലെ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്തപ്പോൾ, അതുപോലെ സുബൈദത്ത ഒരുപാട് വ്യക്തികൾ ഇന്നലെ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവരെ ഒന്ന് വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു 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 പവർ ഉണ്ട് അല്ലെ. പലപ്പോഴും നമ്മുടെ ടീമിൽ പല ആളുകളും അച്ചീവ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ജസ്റ്റ് ഒരു പോസ്റ്റർ കണ്ടാൽ പോലും നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലൈക്ക് പോലും ഇടാത്ത വലിയ മഹാന്മാരായിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താലേ കിട്ടുള്ളൂ. ഇപ്പൊ കൊടുത്തിട്ട് പോലും കിട്ടാത്ത സാഹചര്യം പല ആളുകൾക്കും അല്ലെ. അപ്പൊ കൊടുത്താലേ ഇത് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. ഇപ്പൊ ഒരാൾ ഒരു നല്ലൊരു ഷർട്ട് ധരിച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു വസ്ത്രം ധരിച്ച ഒരാൾ വരുമ്പോ അയാൾ അത് നന്നായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു 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 മനസ്സിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരാൾ അച്ചീവ്മെന്റ് എടുക്കുമ്പോൾ, ഒരാൾ ഒരു പുതിയ ബൈക്ക് മേടിക്കുമ്പോൾ, ഒരാൾ ഒരു പുതിയ കാർ മേടിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ലീഡർ എന്നുള്ള ആ ഒരു പദവിയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു മനസ്സ് കാണിക്കാൻ നമ്മുടെ ഈ വാട്സാപ്പിൽ നമ്മളൊരു ഒരു ലൈക്ക്, ഒരാളെ ഒരു കൺഗ്രാജുലേഷൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാവുന്നത്? പല ആളുകളും ഉണ്ടല്ലോ ഇത് കാണും. ഏറ്റവും ആദ്യം റീഡ് ചെയ്യുന്ന ആള് നമുക്ക് ഈ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ടച്ച് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം റീഡ് ചെയ്യുന്ന കുറെ ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ആ ആളുകള് ഒരു മണിക്കൂർ ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞാൽ പോലും അതിനകത്തൊരു ഒരു കമന്റ് ഇടാനായിട്ടുള്ള ഒരു മനസ്സില്ലാത്ത ആളുകളാണ്. അത്തരക്കാർക്ക് ചേർന്നതല്ല ഈ പറയുന്ന ലീഡർഷിപ്പ് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആറെന്ന് പറയുന്ന ലീഡറിലെ ഏറ്റവും അവസാനത്തെ വാക്ക് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതാണ് അല്ലെ. അംഗീകാരം കിട്ടാത്ത അല്ലെങ്കിൽ അംഗീകാരം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം സംസാരിച്ചു, അത് കൊള്ളാമെങ്കിൽ അത് കൊള്ളാമെന്ന് പറയാനുള്ള എന്നെ തിരുത്താനുള്ള ഉത്തരവാദിത്വവും എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഈ അംഗീകാരം പരസ്യമായി പറയുകയും എന്നെ തിരുത്താനുള്ള കാര്യങ്ങൾ രഹസ്യമായി പറയുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്നുള്ളത് അല്ലെ. ഞാനിപ്പോ സലീമിക്ക ഒരു കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് മേന്മകളുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ രഹസ്യമായി പറയുകയും മറ്റു കാര്യങ്ങൾ പരസ്യമായി അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു ബന്ധം, ഒരു റിലേഷൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് മാറുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയണം. ഒരു ലീഡറിന്റെ കുറെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഇതെല്ലാ കാര്യങ്ങളും നമുക്കറിയാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മ അല്ലെ. ഞാൻ മനസ്സിലാക്കിയത് ഒരാളോട് ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ എനിക്കെന്താ അറിയാം, മറ്റേ കാര്യം അതും എനിക്കറിയാം, ഈ കാര്യം എല്ലാം അറിയണം. പക്ഷെ ഇത് പ്രയോഗിക്കുമ്പോഴാണ്, ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന സമയത്താണ് വലിയ രീതിയിലേക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ ചില ആളുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം ഈ പോസിറ്റീവായിട്ട് നെഗറ്റീവ് പറഞ്ഞോളെ അല്ലെ. ശ്രദ്ധിച്ചെന്താ, പോസിറ്റീവായിട്ട് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകൾ. അപ്പൊ അവരുടെ ചിന്തകള് ആ ഒരു രീതിയിലാണ്. അവര് പറയുന്നത് പക്കാ പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചില സമയത്ത് ചിന്തിക്കുന്നത് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അത് അവരുടെ ബൈ ബർത്ത് കിട്ടിയിട്ടുള്ള ചില പോരായ്മകളാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റുകളാണ് സംഭവിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നമ്മൾ മെച്ചപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. മറ്റുള്ള ഒരാളെ തിരുത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ അതാണ് പല ആളുകളും ചെയ്യുന്നത്. മറ്റേയാള് ശരിയല്ല, ഇയാള് ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയാണോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾ പ്രോസ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ ആലോചിക്കുക, നമ്മൾ പ്രോസ്പെക്ട് ചെയ്യുന്നുണ്ടോ?
നമ്മുടെ കൂടെയുള്ള ആൾ ലിസ്റ്റ് ഇട്ടിട്ടില്ല, നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആണ് ട്ടാ. ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു ചില്ലും കൂട്ടിലിട്ടിട്ടുള്ള ഒരു 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 ഗ്ലാസ് ഒരു ഇതിലിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെയുള്ള ആളുകൾ കാണുന്നുണ്ടാവും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെയുള്ള ആളുകൾ കാണുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ മെച്ചപ്പെട്ട ആളായി മാറുക, നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിക്കുക. എല്ലാം തികഞ്ഞതായിട്ട് നമ്മുടെ നാട്ടിൽ ആരെയും കാണാൻ കഴിയില്ല, അല്ലെ? ശരിയല്ലേ? എല്ലാം തികഞ്ഞതായിട്ട് നമ്മൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാം ഇദ്ദേഹം കംപ്ലീറ്റ്, റേമണ്ടിന്റെ പരസ്യമാണ് ദി കംപ്ലീറ്റ് മാൻ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ആരെങ്കിലും കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. പോരായ്മകൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മികവുകളെ നമുക്ക് ഓരോരുത്തർക്ക് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യർക്കും ഓരോ മികവുകളുണ്ട്, അല്ലെ? ഓരോ മനുഷ്യർക്കും ഓരോ മികവുകളുണ്ട്. ആ മികവുകളെ കൂടുതൽ കൂടുതൽ പോളിഷ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി സക്സസ് ആയി മാറുന്നത്. ഇവിടെ ഒരേ കഴിവുള്ള ആളുകളല്ല. ചില ആളുകൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, എല്ലാവർക്കും സംസാരിക്കാൻ കഴിയും. പക്ഷെ ചിലപ്പോ ചില ആളുകൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് വിനോദ് സാർ സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ ഒരു പക്ഷെ സംസാരിക്കാൻ കഴിയില്ല, ചിലപ്പോൾ മനോജ് സാർ സംസാരിക്കുന്ന പോലെ പക്ഷെ എന്റേതായ ഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. അങ്ങനെ മെച്ചപ്പെടാൻ ശ്രമിക്കുക. കൂടുതൽ കൂടുതൽ നമുക്ക് മെച്ചപ്പെടാനായിട്ട് നമ്മൾ ശ്രമം നടത്തുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി വലിയ സക്സസിലേക്ക് മാറുന്നത്. ഈ സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം, അല്ലെ? നമ്മൾ ഞാൻ തുടക്കം പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എല്ലാവരും ആലോചിക്കുക. എന്റെ കൂടെ ഒരു 100 ആള് വന്നിട്ടുണ്ട്. നെറ്റ്വർക്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ കൂടെ ഒരു 10 ആള് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ 10-ൽ 8 ആളും ഒന്നും ചെയ്യാനില്ല സാറേ, 2 പേരാണ് ആരെങ്കിലും ഒക്കെ കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഉണ്ടാവാറില്ലേ? ശരിയല്ലേ? ചില ആളുകൾ പറയാറില്ലേ? ശരിയാണോ തെറ്റാണോ? പുഷ്കരൻ സാറേ ശരിയാണോ? ഈ മൈക്ക് ഓഫ് ആയി പോയതുകൊണ്ടാണ്. ശരിയാണ് അല്ലെ? യെസ് സുമി പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു. എന്റെ കൂടെ വന്നിട്ടുള്ള ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ 100 പേര് വന്നിട്ടുണ്ട്. അതിൽ 10-20 പേരാണ് ഒരു ജീവനെങ്കിലും ഉള്ളത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കേട്ടില്ലേ? യെസ് ഫസീല ശരിയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് ലോകത്തെ എല്ലായിടത്തും. അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ഒരു നിയമം 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയും, അല്ലെ? 80-20 എന്ന് പറഞ്ഞാൽ എന്താ? 100 പേരുണ്ടാവാം, അതിൽ 20% ആളുകളായിരിക്കും അതിൽ 80% കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഈ 80-20 പ്രിൻസിപ്പിൾ നമ്മളെപ്പോഴും മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. അതായത് 80% കാര്യങ്ങൾ ചെയ്യാനായിട്ട് 20%-കാരെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. ആ 20%-കാരെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ലീഡറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്നുള്ളത്. ആ 20%-കാരെ കൃത്യമായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ കൂടെ ആക്റ്റീവായിട്ട് ഇറങ്ങുക. നെറ്റ്വർക്കിൽ നമ്മൾ സക്സസ് ആയിട്ട് മാറും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും കവർ ചെയ്യാൻ പറ്റുന്ന സെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി കഴിയും. ആ 20%-കാരെ ഐഡന്റിഫൈ ചെയ്യുക, ഐഡന്റിഫൈ ദി റൈറ്റ് പേഴ്സൺ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്താണ് ഒരു ലീഡർ എന്ന് പറയുന്ന ലെവലിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ ഒരു ലീഡർ ആണെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ആരാണോ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, ഇപ്പോ രാവിലെ സൂം ലിങ്ക് ഇട്ടുകൊടുത്തതിന് ശേഷം പല ആളുകളും അവരുടെ കൂടെയുള്ള ആളുകളെ വിളിക്കാറുണ്ട്, അല്ലെ? അങ്ങനെ വിളിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നത് ഒരു ചെറിയ സമയത്തേക്ക് അങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിക്കാം. ഒരു 5-6 ദിവസമൊക്കെ നമുക്കൊരു വിളിക്കുകയും ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്ത് അവർ കയറി. എന്നാൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഈ സൂം അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് നടക്കുന്ന എല്ലാ ദിവസവും രാവിലെ ഈ സൂമിൽ കയറാനായിട്ട് നമ്മുടെ ലീഡർ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പോരായ്മയുണ്ട്, അല്ലേ? ശരിയല്ലേ? അങ്ങനെ ഒരു സംഭവിക്കുമ്പോൾ അതിനെന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഒരു 15 വയസ്സായിട്ടുള്ള ഒരു മകനെ സംബന്ധിച്ചിടത്തോളം സ്വയം നടക്കാനായിട്ട് കഴിവുള്ള ആളാണ്. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നടക്കാനായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ അച്ഛനോ അമ്മയോ കൈപിടിച്ച് അദ്ദേഹത്തെ റോഡ് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. വലുതാകുമ്പോഴും അദ്ദേഹത്തെ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ മകൻ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആളായിരിക്കും എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇവിടെ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്ക സമയത്ത് നമ്മൾ അങ്ങനെ കയറാം, പിന്നീട് നമ്മൾ അറിയാതെ തന്നെ അതാണ് യഥാർത്ഥത്തിലുള്ള ലീഡർഷിപ്പ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്തരക്കാരെയാണ്. നമ്മളിപ്പോ ഇന്നലെ രാത്രി 10:30 മണിക്കാണ് മനോജ് സാർ ഇന്ന് ഈ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ റെഡിയാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു.
ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാഷനേറ്റ് ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മളൊരു പാഷനായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു മടുപ്പുണ്ടാകില്ല എന്നുള്ളതാണ്. നമ്മളൊരു പാഷനായിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു തലവേദന പിടിച്ചൊരു പരിപാടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ മൊത്തത്തിൽ നെഗറ്റീവ് ആയി പോകും. ശരിയല്ലേ കായ് സാറേ? നമ്മളൊരു പാഷനായിട്ട്, അല്ലെങ്കിൽ ആളുകൾ നെഗറ്റീവ് പറയുമ്പോഴും ആളുകൾ നമ്മളെ പുച്ഛിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ രീതിയിലേക്ക് ഒന്നും നമ്മൾ മൂഡൌട്ട് ആവൂല. നമ്മളെ സംബന്ധിച്ച് മുന്നിലേക്ക് ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോ ആനയുടെ പുറത്ത് തിടം എഴുന്നള്ളിക്കുന്ന സമയത്ത് പട്ടി നിന്ന് കുരക്കാറുണ്ട്. പക്ഷെ ആന അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ആനക്കറിയാം ആനയുടെ ശക്തി എന്താന്നുള്ളത്. ആന മുന്നോട്ടേക്ക് തന്നെ പോകും, പട്ടിക്കവിടെ നിന്ന് കുരക്കലേ ഉണ്ടാവുള്ളൂ. എന്നതുപോലെ നമ്മൾ ഓരോരുത്തരും ഒരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളൊരു തിടമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് ബയോടോറിയത്തിന്റെ ഒരു തിടമ്പ് നമ്മുടെ ശിരസിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമ്മളെ തടസ്സമാവില്ല. അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞത് തന്നെ, ഇത്തരം മനോജ് സാറ് പറഞ്ഞ സമയത്ത് കയറാനായിട്ട് ഞാൻ തയ്യാറായതുപോലെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ആദ്യ സമയത്ത് തന്നെ ഞാൻ നാളത്തെ പോസ്റ്റർ തയ്യാറാക്കിയ ആ സമയത്ത് ഞാൻ പോസ്റ്റർ ഇട്ടതിന് ശേഷം ഞാൻ സുബൈർഖാനെ വിളിച്ചു പറഞ്ഞ നാളത്തെ MC ആണ്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതെന്ന് വെച്ചാൽ, ഈ 10:30 മണിക്കെങ്കിലും പറഞ്ഞല്ലോ എന്നല്ല. ഞാൻ പറഞ്ഞു രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുമ്പോ അയ്യോ ഞാനായിരുന്നല്ലോ MC എന്ന് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഇത്ര നേരത്തെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചിരിച്ചു. അത് ആ ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് അദ്ദേഹം മാറുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിലുള്ള എന്റെ വിശ്വാസമാണ്, അദ്ദേഹം ഒരു നിരസിക്കില്ല. അദ്ദേഹം രാവിലെ പല ആളുകളോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നറിയോ? അയ്യോ നാളെ ഞാനെന്ത് പറയും? എന്തു പറയാൻ? ഇവിടെ ഒന്നും സംഭവിക്കാനില്ല പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന ചില തെറ്റുകളൊക്കെ സംഭവിക്കാം. ജനിക്കുന്ന സമയത്ത് തന്നെ എല്ലാം പഠിച്ചിട്ടല്ല വന്നത്. വീണ്ടും വീണ്ടും പറയുന്നത് തെറ്റുകളൊക്കെ സംഭവിക്കാം. ഞാനിവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് പല ആളുകളും ഇത് മുന്നേയൊക്കെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എനിക്ക് മെച്ചപ്പെടലുകൾ ആവശ്യമാണ്. എന്നെ മെച്ചപ്പെടുത്തണം, കൂടുതൽ മികവുള്ളതാക്കണം. അങ്ങനെ മികവുള്ളതായി മാറുമ്പോഴാണ് നമ്മൾ വലിയ ലെവലിലേക്ക് മാറാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഇന്ന് മനോജ് സാർ അച്ചീവ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തുടക്ക സമയത്ത് ഒരു മനുഷ്യനില്ലാത്ത സമയത്ത്, ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയില്ലാത്ത സമയത്ത് ഈ പ്രൊജക്റ്റും ഏറ്റെടുത്ത ഒരു മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാർ. ഇവരെല്ലാം തുടക്ക സമയത്ത് ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാനില്ല. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അത് മാറി ഇത് മാറി എന്നൊന്നും പറയാനില്ല. ഇന്നിപ്പോ നമുക്ക് കാണിച്ചു കൊടുക്കാൻ 100 കണക്കിന് റിസൾട്ടുകളാണ്, 1000 റിസൾട്ടുകളാണ്. ആ ലെവലിലേക്ക് നമ്മുടെ കമ്പനി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് റബ്ബറൈസ്ഡ് റോഡാണ് കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഒരു ഇതെടുത്ത് നോക്കിയാൽ അത്തരം രീതിയിലേക്കുള്ള ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്ന് ബയോടോറിയത്തിലുള്ളത്. നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. കാരണം ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആളുകൾക്ക് അറിയാം, എറണാകുളം കലൂര് പോലെയുള്ള ഒരു പ്രദേശത്ത് കമ്പനിയുടെ കേരളത്തിൽ ആദ്യത്തെ ഓഫീസ് വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റാഷിദ് സാറ് നാളെ കേരളത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള റാഷിദ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ MD നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഓരോ മനുഷ്യർക്കുമാണ് ഇതിൽ സക്സസ് ആവാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ മാറുക എന്നുള്ളതാണ്. ഇവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇപ്പോ സുബൈർ സാർ ഏറ്റെടുത്തതുപോലെ പല ആളുകളും അത്തരം കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രിയതമയായിട്ടുള്ള നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രിയതമയും അതേ ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും, ഇപ്പൊ സരിതയായാലും എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട്, ഇപ്പൊ നമ്മുടെ സലീമിക്ക, അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ ഗീത ചേച്ചിയൊക്കെ പോലെയുള്ള ചാക്കോ സാറൊക്കെ ഓൺ ദി സ്പോട്ടിൽ കയറിയിട്ട് നമ്മുടെ ക്ലോസിംഗിൽ കയറണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ആളുകളാണ് അല്ലെ. ആ ഒരു രീതിയിലേക്ക് ബുഷറയുണ്ട് നമ്മുടെ സുബൈർക്കയുടെ വൈഫ്. അപ്പൊ ബുഷറയാണെങ്കിലും ഒക്കെ എല്ലാവരും ആ ഒരു രീതിയിലേക്ക് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ വേണ്ടി കഴിയണം. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അർഹതയില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഇപ്പൊ എന്നിലേക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടാനായിട്ട് ഞാൻ അർഹതപ്പെടുന്ന ഒരു സമയത്ത് എന്നിലേക്ക് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും. എനിക്ക് അർഹതയില്ലാന്നുണ്ടെങ്കിൽ 1 രൂപ എന്റെ കയ്യിലേക്ക് വരില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു അർഹതയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ് അല്ലെ.
ഓരോ ആളുകളും നമ്മുടെ ആ ഒരു രീതിയിലേക്ക് മാറുക എന്നുള്ളത്. അതിനെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? ഒരു പർപ്പസ് ഉണ്ടാകുക എന്നുള്ളതാണ്, അല്ലെ? ഓരോ ആളുകൾക്കും ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകളോട് ചോദിച്ചാൽ എന്തിനാ ബിസിനസ് ചെയ്യുന്ന ചോദിച്ചാൽ എന്തിനാ ബിസിനസ്. ഒരു സിനിമയിൽ ഇന്നസെന്റ് ചോദിച്ചു വരെ എന്തിനാ നിങ്ങൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാടാ പഠിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്ലാങ്ങിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. പല ആളുകളും ഈ ബിസിനസ്സിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാവിനെ എടുത്ത് നോക്കിയാൽ ആ മാവിന്റെ പർപ്പസ് എന്നുള്ളത് നല്ല മാമ്പഴം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന്റെ പർപ്പസ് അതാണ്. എന്നതുപോലെ ഓരോ കാര്യത്തിനും ഒരു മൈക്കിന് ആ മൈക്കിന്റെ ശബ്ദം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ആ മൈക്കിന്റെ പർപ്പസ് എന്നുള്ളത്. എന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ പർപ്പസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പർപ്പസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു കമന്റ് ആയിട്ട് ചെയ്തേക്കാം. അങ്ങനെ പർപ്പസിലേക്ക് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പർപ്പസ്ഫുള്ളി ഈ ബിസിനസ് ചെയ്താൽ മാത്രമേ സക്സസ് ആയി മാറുള്ളൂ. അങ്ങനെ പർപ്പസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, യെസ് ഭഗത് സാർ, യെസ്, യെസ് ഗീതാ പ്രകാശ്, യെസ്, 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 യെസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ, താങ്ക് യു. പർപ്പസ് ഉള്ള ആളുകളായതുകൊണ്ടാണ് എല്ലാവരെയും 10-200ഓളം വരുന്ന ആളുകൾ ഈ ഒരു സൂമിന്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാവരും ആ ഒരു പർപ്പസ് ഫുള്ളി ആണ് ഈ ബിസിനസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് 6 മണി സമയത്ത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇതിലാണ്ട് ചെറിയ പർപ്പസ് ഫുള്ളി ആണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ പർപ്പസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ 6 മണി തൊട്ട് 7 മണി വരെയുള്ള ഒരു സമയം സ്ഥിരമായി ഇതിൽ കയറുന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉള്ള ആളുകളാണ്. അങ്ങനെ പർപ്പസ് ഉള്ള ആളുകളാണ് വലിയ ലെവലിലേക്ക് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ പർപ്പസ്ഫുള്ളി ആണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആക്ഷൻ പാർട്ട്, അല്ലെ? ഒരു ആക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്കൊരു ഒരു 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 പ്രവൃത്തി ഇല്ലാത്ത ഒരു സക്സസ് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്, സക്സസ് എന്നുള്ള കാര്യം പ്രവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ വർക്കില്ലാത്ത സക്സസ് ഡിക്ഷണറിയിൽ മാത്രമാണെന്ന് പറയുന്നത്. പർപ്പസ് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്ന അത് ആൽഫബറ്റിക് ഓർഡറിൽ പറയുമ്പോൾ SUCCSS എന്ന് പറയുന്ന ആ ഒരു സക്സസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ മാത്രം വർക്ക് ലാസ്റ്റ് ആണ് വരുന്നത്. W വെച്ച് നോക്കുമ്പോൾ വർക്ക് ലാസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ സക്സസ് എന്ന് പറയുന്നത് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സക്സസിലേക്ക് പോകുള്ളൂ. പല ആളുകൾക്കും ഇഷ്ടം സക്സസ് വേണം, അല്ലെ? മനോജ് സാർ ഇന്നിപ്പോ 3 കോടി രൂപ അച്ചീവ് ചെയ്തിട്ടുണ്ട്, എനിക്കും അതിലേക്ക് എത്തണം, പക്ഷെ ഞാൻ വർക്ക് ചെയ്യൂല. ഞാൻ കാണുന്നത് അതാണ്. എനിക്കിത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സക്സസിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു 3 വർഷം സ്റ്റിക്ക് ഓൺ ആയിട്ട് ഈ ബിസിനസ്സിൽ ഇതിൽ ഓരോ കാര്യം ചെയ്ത് പരാജയപ്പെട്ട് വീണ്ടും പഠിച്ച് വീണ്ടും പരാജയപ്പെട്ട് വീണ്ടും പഠിച്ച് ചെറിയ ചെറിയ സക്സസുകൾ ഉണ്ടാക്കി ചെറിയ ഫാമിലി ബോണസുകൾ ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് പയ്യെ നമ്മൾ മുന്നിലേക്ക് വരുമ്പോഴാണ് സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അത് വർക്കില്ലാത്ത ഒരു സക്സസ് ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പർപ്പസിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാ മനുഷ്യരുടെ വീട്ടിലും ഒരു PC ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ആ ഒരു വലിയ അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരൻ പദവിയിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ നമ്പർ 1 കോടീശ്വരൻ പദവിയിലേക്ക് അദ്ദേഹം ഒരു സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് എല്ലാ മനുഷ്യരുടെ കയ്യിലേക്കും ഒരു കമ്പ്യൂട്ടർ എത്തുക എന്നുള്ളത് തന്നെയാണ്. അന്ന പോലെ നമ്മൾ ഓരോരുത്തരും ഇപ്പോ വലിയ കോടീശ്വരന്മാരാകുക അല്ലെങ്കിൽ വലിയ ലെവലിലേക്ക് മാറുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ സംബന്ധിച്ച് ഓരോ വ്യക്തികളെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പർപ്പസ് ആണ്. നമ്മുടെ വീട് ഇന്നിപ്പോ അത് ലോണിലാണുള്ളത്, അതിന്റെ ലോണ് അടച്ചു തീർക്കണം. നമ്മുടെ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ പല സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം. ആ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ വർക്കിംഗ് അവർ കൂട്ടിയെടുത്തുകൊണ്ട്
വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോകത്ത് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. ആ ഒരു കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ട ഒരു കാര്യം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റക്ക് പണിയെടുത്താൽ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഒരു ടീം വർക്കിന്റെ ഫലമായിട്ടാണ് ഇന്ന് മനോജ് സാറ് ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറ് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ടീമിന്റെ ഫലമായിട്ടാണ്. ഒറ്റക്കൊറ്റക്ക് പണിയെടുത്താൽ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് വ്യക്തികൾ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇത്രയും ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെ അത്തരത്തിലുള്ള ആളുകൾ കടന്നു വരും. അങ്ങനെ കടന്നു വരുന്നത് വരെ നമ്മൾ ഈ ബിസിനസ്സിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബിസിനസ്സിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയുള്ള പ്രോഗ്രാമുകളിലൊക്കെ എല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ലീഡർ എത്ര മാത്രം ആത്മാർത്ഥതയുള്ള ആളായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ എല്ലാവരും ആ ലെവലിലേക്ക് വരുന്നത്. വൈറ്റോറിയം ഒരു ദൈവികമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്, ദൈവികമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ലീഡർഷിപ്പ് ഓരോ മനുഷ്യരെടുത്ത് തരുന്ന ചെറിയ ഒരു പൈസ, ഒരു സംഖ്യയാണെങ്കിലും നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന പൈസയാണ്. ആ പൈസ അവരുടെ ലൈഫാണ് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്, അവരുടെ ജീവിതമാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മളെന്ന് പറയുന്ന ഒരു ലീഡർ ചിലപ്പോൾ ഇന്നലെ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. നാളെ നമ്മുടെ കയ്യിലേക്ക് ഒരു വ്യക്തി പൈസ എടുത്ത് തരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ആ പ്രതീക്ഷ കെട്ടുപോവാതെ അദ്ദേഹം നമ്മളെ നാളെ ഒരു മനസ്സുകൊണ്ട് ശപിക്കുന്ന ഒരു ലെവലിലേക്ക് പോയാൽ ഒരിക്കലും നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. എവിടെ പോയാലും രക്ഷപ്പെടില്ല. ആ ഒരു കാര്യം, ഒരു ബോധ്യം പല മനുഷ്യരും അവരുടെ കെട്ടുതാലി പണയം വെച്ച് അല്ലെങ്കിൽ കമ്മല് പണയം വെച്ച് കുഞ്ഞിന്റെ വളപണയം വെച്ചിട്ടൊക്കെ ഈ ബിസിനസ്സിലേക്ക് വരുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരം മനുഷ്യരുടെ പ്രതീക്ഷയാണ് ബയോട്ടോറിയം എന്നുള്ളത്. ആ പ്രതീക്ഷയെ തല്ലിക്കെടുത്താനായിട്ട് ഈ കൂട്ടത്തിലിരിക്കുന്ന ഈ KBC എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് കയറുന്ന നമ്മൾ ഒരിക്കലും തയ്യാറാവരുത്. അത്തരക്കാരെ ചേർത്ത് നിർത്തുക, അത്തരക്കാരോടൊപ്പം ഒരു തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ സക്സസിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഒരു ലീഡർ എന്നുള്ളത്. അത് തന്നെയാണ് യഥാർത്ഥ ലീഡർ എന്നുള്ളത്. അങ്ങനെ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ ഒരു സഹോദരനെ പോലെ, ഒരു അനുജനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബയോട്ടോറിയം ഇനി മുന്നോട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കട്ടറി പോലെ പടർന്നു പിടിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി ഉള്ള സമയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു സമയം എന്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ഓൾ. ലീഡർഷിപ്പിനെ കുറിച്ചുള്ള അറിവ് പകർന്നെന്ന് നമ്മുടെ പ്രിയപ്പെട്ട അഭിലാഷ് സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു മികച്ച ലീഡറാവാൻ ആവശ്യമായ ഗുണങ്ങളും തീരുമാനമെടുക്കാനുള്ള കഴിവും അത് പ്രോത്സാഹിപ്പിക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ച് സാറ് നടത്തിയ പരാമർശങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്പെടും. ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അങ്ങയുടെ അറിവും അനുഭവ സമ്പത്തും ഞങ്ങളുമായി പങ്കുവച്ചതിന് അഭിലാഷ് സാറിനെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.